ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം. ഞാൻ ആദ്യം തന്നെ ഈ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ട് ഇതിന് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറായി ഞാനിതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട്. 1/2 കിലോ ചെമ്മീനാണ്. പിന്നെ ഇതിന് ആവശ്യമായ മസാല തയ്യാറാക്കാൻ ഞാൻ ചെറിയ ഉള്ളി ഒരു 25 എണ്ണം, ഏകദേശം 25 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള, പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ എടുത്ത് മുറിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം തന്നെ കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം നന്നായി മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് മറുഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അധികം ഫ്രൈ ആക്കി എടുക്കണമെന്നില്ല, ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി. കാരണം നമുക്കിത് മസാലയിൽ കൂടി ഇട്ട് വേവിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഈ ചെമ്മീൻ കറി വെച്ചാണോ ഇഷ്ടം, അതുപോലെ ഇത് റോസ്റ്റാക്കിയാണോ കഴിക്കാൻ ഇഷ്ടം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിത് ചെറിയ ചെമ്മീൻ തേങ്ങയൊക്കെ അരച്ച് കറി വെക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഈ റോസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല സ്വാദോടുകൂടി കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് കോരി എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ മസാലയും ഇതൊക്കെ തന്നെ എണ്ണയും ഒക്കെ ഇതിൽ പാത്രത്തിൽ ഒന്ന് അല്പം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ സ്റ്റീലിൻ്റെ പാത്രം വെച്ചത് കൊണ്ടാണ്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. പക്ഷേ നമുക്ക് പാചകം ചെയ്യാൻ ഏറ്റവും നല്ലത് സ്റ്റീൽ പാത്രമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടും. പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നന്നായി വഴറ്റി എടുക്കാം. പിന്നെ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെമ്മീൻ ആവശ്യമുള്ള ഉപ്പിട്ടിന്, അതുകൊണ്ട് ഇതിന് മാത്രം ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല സുഖമില്ലായിരുന്നു, അതാണ് ഇതൊന്ന് പോസ്റ്റ് ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ 2 ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് വെന്ത് കുറുകി വരുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതാ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ റോസ്റ്റിനൊക്കെ കുരുമുളക് പൊടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു. ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാലയിൽ കിടന്നിട്ട് ഈ നമ്മുടെ ചെമ്മീൻ നന്നായി ഒന്ന് വെന്ത് വരണം. നമ്മൾ തീ കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതായത് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ് ചെറുതായി ഇങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്നത്. അത് നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ചെമ്മീൻ ഏകദേശം നല്ല റോസ്റ്റിൻ്റെ പരുവത്തിൽ ആയിട്ടുണ്ട്.
നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അത് നല്ല അടിപൊളിയായിട്ട് ഇതാ കാണുന്നതിൽ നല്ല എരിവും മസാലയും ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെമ്മീൻ കിട്ടുന്ന സമയത്ത് നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കണം. ഇവിടെ ഞാൻ അങ്ങനെ അധികം ചെമ്മീൻ വാങ്ങാറില്ല. എല്ലാവർക്കും ഇത് കഴിച്ചുകൂടാ. അലർജി ഉള്ളവർക്കൊന്നും ഇത് പറ്റില്ല. ചെമ്മീൻ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.